മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാനത്ത് മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയയുടെ പേരിൽ മുറി അനുവദിക്കാത്തതിനെ ചൊല്ലിയുള്ള പരാതിയിൽ നിലപാട് മയപ്പെടുത്തി മകനും MLA-യുമായ MK മുനീർ. പാർട്ടി ആസ്ഥാനത്തിന് CHന്റെ പേര് ഉൾപ്പെടുത്തിയില്ല എന്നതിൽ പരാതിയില്ലെന്ന് MK മുനീർ പറഞ്ഞു. CPIM-ന്റെ ഭാഗമായിരിക്കുമ്പോഴും KT ജലീൽ CHനെ ഓർക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും MK മുനീർ. എനിക്ക് പാർട്ടിയോട് അങ്ങനെ പരാതിപ്പെടേണ്ട ആവശ്യമില്ല. കാരണം പാർട്ടി എൻ്റെ പിതാവിനെ പരിഗണിക്കുന്നില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ കേരളത്തിലുടനീളമുള്ള CH സെൻ്ററുകൾ ഒക്കെ തന്നെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പേര് വന്നേ തീരൂ എന്നൊന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പരാതിപ്പെടാൻ പറ്റില്ലല്ലോ. KT ജലീലിൻ്റെ പറയുന്നത് അദ്ദേഹം ഓർത്തല്ലോ. ഇപ്പോഴും അദ്ദേഹം ലീഗിൻ്റെ നേതാക്കന്മാരെ ആ രീതിയിൽ കാണുന്നു എന്നുള്ളതിലുള്ള സന്തോഷമുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു അകത്തുള്ള കാര്യമാണല്ലോ. CH മുഹമ്മദ് കോയയെ മുസ്ലിം ലീഗ് മറന്നുവെന്ന് KT ജലീൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മുസ്ലിം ലീഗുകാരനാണ്. കേരളത്തിൽ വിഭജനാനന്തരം ഒരേ ഒരു മുസ്ലിം ലീഗുകാരനെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ളൂ. അത് CH മുഹമ്മദ് കോയ സാഹിബാണ്. ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു CH ഏറെക്കാലം. ആ CHന്റെ പേരിൽ ഒരു കുളിമുറി പോലും കായികമില്ലത്തെ സൗധത്തിലില്ല. അവിടെ പല നേതാക്കന്മാരെ പേരിലുണ്ട്. ഞാനതൊന്നും ഇപ്പൊ പറഞ്ഞില്ല. ഓരോ പേരിലൊക്കെ വേണം. പക്ഷെ ഒരു ബാത്റൂമെങ്കിലും നിങ്ങൾക്ക് CHന്റെ പേരിൽ ഉണ്ടാക്കിക്കൂടായിരുന്നോ? കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സൗധത്തിൽ ഉണ്ടാക്കിയില്ല. അപ്പ കാണുന്ന ആൾക്കാരെ അപ്പാന്ന് വിളിക്കണേ പോളിസിക്കാരെ. CH ഇപ്പൊ മരിച്ചുപോയില്ലേ. അതുകൊണ്ട് മൂപ്പരെ ഇതില് വന്നില്ലെങ്കിൽ ആരും പറയില്ല. മിഥില ബാലനുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. മിഥില, ഈ CHന്റെ പേരിൽ ഒരു മുറി പോലും ഇല്ല എന്ന ആക്ഷേപം, അതിൽ MK മുനീറിന് അതൃപ്തിയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേതായാലും പൊതുസമക്ഷത്തിലേക്ക് വിഷയമായി ഉന്നയിച്ചത് KT ജലീലായിരുന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ആ KT ജലീലിന്റെ തന്ത്രത്തിൽ വീഴുന്നില്ല MK മുനീർ, അല്ലേ? തീർച്ചയായും KT ജലീലിനുള്ള ഒരു മറുപടി കൂടിയാണ് MK മുനീറിൻ്റെ വാർത്താ സമ്മേളനത്തിലുണ്ടായത്. ജലീൽ ഓർത്തത് നല്ല കാര്യം, പക്ഷേ തനിക്ക് പരാതിയില്ല, പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ല, ഒരു തരത്തിലും തൻ്റെ പിതാവിനെ പരിഗണിച്ചില്ല എന്ന് താൻ പറയില്ല. കാരണം കേരളത്തിലുടനീളം CH സെൻ്ററുണ്ട്, അതെല്ലാം തൻ്റെ പിതാവിൻ്റെ പേരിലുള്ളതാണ്, അതെല്ലാം തന്നെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ ജലീൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പേരില്ല, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഈ വിവാദം, അത് ആ ബിൽഡിംഗ്, ആ കെട്ടിടത്തിന് ഇത്തരത്തിലുള്ള പേരോ മറ്റു കാര്യങ്ങളോ എല്ലാം തീരുമാനിച്ചത്, അല്ലെങ്കിൽ തൻ്റെ പിതാവിൻ്റെ പേര് നൽകിയില്ല, ചിത്രം നൽകിയില്ല, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടിക്കുള്ളിലുള്ള കാര്യമാണ്. അത് പാർട്ടി കൂട്ടായി എടുത്ത ഒരു തീരുമാനം തന്നെയാണ്. താൻ ഒരു തരത്തിൽ പോലും ഇതിൽ പരാതി നൽകിയിട്ടില്ല, പാർട്ടി ആസ്ഥാനത്തിന് CHന്റെ പേര് ഉൾപ്പെടുത്തിയില്ല എന്നതിൽ തനിക്ക് പരാതിയില്ല എന്ന് അദ്ദേഹം മുനീർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്തു തന്നെയായാലും ജലീൽ തൻ്റെ പിതാവിനെ ഓർത്തല്ലോ, CPM-ന്റെ ഭാഗമായിരിക്കുന്ന ഒരാൾ തൻ്റെ പിതാവിനെ ഓർത്തല്ലോ, അത് നല്ല കാര്യമാണ്. പാർട്ടി നേതൃത്വം കാര്യങ്ങൾ ആലോചിച്ചാണ് ഇതുവരെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് എന്ന് മുനീർ പറയുന്നുണ്ട്. പിതാവിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്, പേരിടണം എന്ന് എനിക്ക് പറയാൻ ആവില്ല, പാർട്ടി ആലോചിച്ച് ചെയ്യുമായിരിക്കും. മറ്റൊരു കാര്യം, സ്മാരകങ്ങളെക്കാൾ തൻ്റെ പിതാവിന് ജനഹൃദയങ്ങളിൽ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് മുനീർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഗോകുൽ. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.